അതാ എന്റെ മക്കളെ കണ്ട് നിന്നുപോയത്. എല്ലാം കൂടി ഒരു 125 പേര് കാണും. സമൂഹത്തിന് വേണ്ടാത്തവരെ എനിക്ക് വേണം. മതിയാ. കൂടെ കളിക്കുന്ന ആ വലിയ കുട്ടിയാ ഈ സ്ഥാപനത്തിന്റെ പേരൻ. മാണിക്കുഞ്ഞെന്നാ പേര്. ആ മനുഷ്യന്റെ കാരുണ്യമാ ഈ കെട്ടിടങ്ങളും ആ കുഞ്ഞുങ്ങളെ ആഹാരവും അവരിട്ടിരിക്കുന്ന യൂണിഫോമും എല്ലാം. ഓക്കെ ശരി. ഹോളി ക്രോസ് ബോയ്സ് ഹോമിലെ കുഞ്ഞുങ്ങളെ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി സ്കീമിൽ ചേർത്തു. മുടങ്ങാതെ പ്രീമിയം അടയ്ക്കാൻ എൻഡോവ്മെന്റ് പോലൊരു തുക ബാങ്കിൽ നിക്ഷേപിച്ചാൽ അതിന്റെ പലിശ കൊണ്ട് അത് നടന്നു പോകും. വളരെ അവിചാരിതമായിട്ടാണ് ഹോളി ക്രോസ് ബോയ്സ് ഹോമിന്റെ രക്ഷാധികാരിയായ ഫാദർ മാത്യു നെടുമ്പറമ്പനെ കാണാനിടയായി. പരമസാത്വികനായ വൈദികൻ. ആ സാമീപ്യം തന്നെ മനസ്സിന് വല്ലാതെ ആശ്വാസം തരുന്നു. അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കാണാൻ മോഹം തോന്നുന്നു. ഫാദർ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നി അദ്ദേഹം നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവണമെന്ന്. 1,00,000 രൂപയുടെ ചെക്ക് ഞാൻ ഇന്ന് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഇന്ന് അനിയന്റെ പെണ്ണ് കാണലായിരുന്നു. ഡോക്ടർ സൂസനെ അവൻ ഇഷ്ടപ്പെട്ടു. എനിക്കും. അവന്റെ വിവാഹം കഴിഞ്ഞ് ഈ എസ്റ്റേറ്റും എന്റെ മറ്റു സ്വത്തുക്കളും അവനെ ഏൽപ്പിക്കണം. തുടർന്നുള്ള ജീവിതം ആശ്രമത്തിൽ ഫാദർ നെടുമ്പറമ്പനോടൊപ്പം ചെലവഴിക്കണം. എന്റെ അഭിലാഷമാണ്. മാണിക്കുഞ്ഞിന് കഴിയുമോ എന്നെ വിട്ടു പിരിയാൻ? ഞാൻ വിടില്ല. മാണിക്കുഞ്ഞില്ലെങ്കിൽ അനിയൻ കുഞ്ഞില്ല. ഇന്നലെ മാണിക്കുഞ്ഞിന്റെ ഡയറിയിൽ ചില കുറിപ്പുകൾ ഞാൻ വെട്ടിയിരുന്നു. ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. അതിനടിയിൽ ചില കുറിപ്പുകൾ ഞാൻ എഴുതിയിരുന്നു. അത് ശ്രദ്ധിച്ചോ? അതും ശ്രദ്ധിച്ചു. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? മാണിക്കുഞ്ഞ് എങ്ങോട്ടാ പോകാൻ പോകുന്നേ? അനാഥാലയത്തിലേക്കോ? 100 പേർക്ക് നാഥനാവാൻ. അവർക്ക് നാഥനുണ്ടാവും. എനിക്കോ? അപ്പച്ചനെ അമ്മച്ചെ ഞാൻ അറിയുന്നത് മാണിക്കുഞ്ഞിലൂടെ. എന്നെ ഇട്ടേച്ച് പോവും അല്ലേ?